തൃശൂരിന്റെ ഹൃദയഭൂമിയിൽ വേദമന്ത്രമുഖരിതമായ 3 മഠങ്ങളുണ്ട്. ശ്രീശങ്കര ശിഷ്യന്മാർ സ്ഥാപിച്ച മഠങ്ങൾ, 1000 ആണ്ടുകളുടെ മഹാപാരമ്പര്യം നിറയുന്ന സന്യാസി മഠങ്ങൾ, വേദപാഠശാലയും ഇവിടെയുണ്ട്. എല്ലാം പാരമ്പര്യത്തനിമ ചോരാതെ അതുപോലെ തന്നെയുണ്ട്. വിശാലമായ പടിഞ്ഞാറേച്ചിറയുടെ കരയിൽ സദാ ശാന്തിയും സമാധാനവും അലയടിക്കുന്ന മഠസമുച്ചയം. ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യന്മാര് തൃശൂരിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചതിൽ തെക്കേ മഠമാണ് ഇത്. ശ്രീ ശങ്കരാചാര്യരുടെ പ്രഥമ ശിഷ്യനായ ശ്രീ പത്മപാദർ സ്ഥാപിച്ചതാണ് ഈ മഠം. അദ്ദേഹം പൂജിച്ചു വരുന്നിരുന്ന ശ്രീ നരസിംഹമൂർത്തിയുടെ അതേ വിഗ്രഹം തന്നെയാണ് ഇന്നും ഇവിടെ ആരാധിച്ചു വരുന്നത്. മാത്രമല്ല, ഇവിടെ വേറെയും ഒരുപാട് സവിശേഷതകളുണ്ട്. ശ്രീ ശങ്കരാചാര്യർക്ക് മുൻപിൽ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ട് എന്ന് പറയുന്നത് ഇവിടെ വെച്ചാണ്. സരസ്വതി ദേവിയുടെ സാന്നിധ്യം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം സവിശേഷതകളും ഇവിടെയുണ്ട്. ഇതേക്കുറിച്ചെല്ലാം കൂടുതലായി നമ്മോട് ഈ മഠത്തിൻ്റെ മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി സംസാരിക്കുന്നു. പത്മപാദാചാര്യരുടെ ഉപാസനാമൂർത്തി നരസിംഹമൂർത്തിയാണ്. അദ്ദേഹം പൂജിച്ചിരുന്ന അതേ വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ പ്രധാന ഉപാസനാമൂർത്തി. അപ്പോൾ ഇപ്പോഴത്തെ സ്വാമിയാരും അദ്ദേഹം ഉപാസിക്കുന്നത് ഈ പരമ്പരയിലുള്ള ഈ പത്മപാദ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള മഠമായതുകൊണ്ട് ആ മഠത്തിലത്തെ സന്യാസിമാരുടെ പ്രധാന ഉപാസനാമൂർത്തി നരസിംഹമൂർത്തിയാണ്. അതിപ്പോഴും അതേപോലെ തന്നെ അത് അനുവർത്തിച്ചു വരുന്നുണ്ട്. ദുർഗാഷ്ടമി നാളിൽ സന്ധ്യയ്ക്കാണ് ശ്രീ ശങ്കരാചാര്യർക്ക് മുൻപിൽ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. സാരസ്വത മന്ത്രം ചൊല്ലി അദ്ദേഹം അന്ന് ആരാധിച്ചു. അതേ തുടർന്ന് എല്ലാ വർഷവും ദുർഗാഷ്ടമി നാളിൽ സന്ധ്യയ്ക്ക് ഇവിടെ സാരസ്വത മന്ത്രം ജപിച്ചു വരുന്നു. ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുൻപിൽ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. പ്രത്യക്ഷപ്പെട്ട സമയത്ത് അദ്ദേഹം അപ്പം തന്നെ സാരസ്വത മന്ത്രം അങ്ങോട്ട് ജപിച്ച് സരസ്വതി ദേവിയെ ഉപാസിക്കുകയാണ് ചെയ്തത്. ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണത്രേ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ടത്. സാധാരണ നിലയ്ക്ക് സാരസ്വത മന്ത്രം കേരളീയ സമ്പ്രദായം അനുസരിച്ചുകൊണ്ട് കാലത്ത് മാത്രമേ ചൊല്ലാറുള്ളൂ, ഭക്ഷണത്തിന് മുൻപ് എന്ന്. പക്ഷേ ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹം ഇതൊന്നും എല്ലാറ്റിനും അപ്പുറത്ത് നിൽക്കുന്ന മഹാകേമനായിട്ടുള്ള മഹായോഗ്യനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ശങ്കരാചാര്യസ്വാമികൾ സരസ്വതി ദേവിയുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങോട്ട് സാരസ്വത മന്ത്രം ജപിച്ചു എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രത്യേകത തൃശ്ശൂർ തെക്കേ മഠത്തിന് അതിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് അത് ഇപ്പോഴും ഒരു ശ്രേഷ്ഠതയായിട്ട് കണക്കാക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിനെ അനുസ്മരിച്ചു കൊണ്ട് തന്നെ ഇപ്പോഴും അതെ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ പൂജ, സരസ്വതി ദേവിക്ക് പ്രത്യേകമായിട്ടുള്ള പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാദ്യാൻ്റെ നേതൃത്വത്തിൽ ഈ വേദമന്ത്രം അറിയാവുന്ന മുഴുവൻ ആൾക്കാരും ഒത്തുകൂടിയിട്ട് ഈ സാരസ്വത മന്ത്രം ഉപാസിക്കുക, ഉറക്ക ചെല്ലുക എന്നുള്ളത് അത് ഇപ്പോഴും മുടങ്ങാതെ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ശങ്കരാചാര്യസ്വാമികളെ അനുസ്മരിക്കുന്നു, സരസ്വതി ദേവിയുടെ പ്രത്യക്ഷം ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു സംഗതിയെയും അനുസ്മരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു നവരാത്രി കാലം കൂടി വന്നണയുകയാണ്. സരസ്വതി സാന്നിധ്യമുള്ള ഈ മഠത്തിൽ വിദ്യാരംഭം പോലുള്ള ചടങ്ങുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.